സിനിമയൊക്കെ സെലക്ട് ചെയ്യാൻ അറിയാലോ, അതായത് ഇന്ന സിനിമ ഇപ്പം ഇത്രയും സെലക്ട് ചെയ്തതിൽ ഇതുവരെ ഒരു വീഴ്ച വന്നിട്ടില്ല, ദൈവഭാഗ്യം കൊണ്ടോ എന്തോ. അതിൽ ഞാൻ കൊടുക്കുന്ന ഭയങ്കര ഒരു എഫേർട്ട് ഉണ്ട്. എനിക്ക് എവിടെയെങ്കിലും ഈ സിനിമ വർക്കാവില്ല എന്ന് തോന്നിയാൽ അപ്പം എനിക്ക് ലീവ് ചെയ്യാൻ അറിയാം. പക്ഷെ റിലേഷൻഷിപ്പിൽ അതെനിക്കറിയില്ല. ഇത് വർക്കാവില്ല എന്ന് പറഞ്ഞാലും നമുക്കൊന്ന് വർക്കാക്കി നോക്കാന്നേ, ഇതാണ് എൻ്റെ ട്രാക്ക്. മനസ്സിലായോ? ഇപ്പം ഞാനിപ്പോൾ പറയാണ്, സിനിമ എടുക്കുന്ന പോലെ ആൾക്കാരെ എടുക്കാൻ പഠിച്ചാൽ ഞാനിപ്പോൾ എവിടെ എത്തും? പറ്റില്ല, തീരെ പറ്റില്ല. അത് മനുഷ്യന്റെ ക്വാളിറ്റി ആണോ മനുഷ്യന്റെ ബലഹീനതയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ അറിയില്ല. ഞാൻ പഠിക്കണം എന്നുവെച്ചാൽ സ്ട്രോങ് ആയിട്ട് ഓക്കെ ഇത് വർക്കാവില്ല, എൻ്റെ കരിയറിൽ ഈ പടം എത്ര പൈസ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വർക്കാവത്തില്ല എന്ന് സ്ട്രെയിറ്റ് കട്ട് എനിക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ ചേട്ടാ നമുക്ക് ഒരു വട്ടം കൂടി. എനിക്ക് എന്നെ എങ്ങനെ സ്നേഹിക്കണം എന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, കറക്റ്റ് അറിയത്തുള്ളൂ. എനിക്ക് എന്തൊക്കെ വേണം, എനിക്ക് എന്തൊക്കെയാണ് ആവശ്യം, എനിക്ക് എന്ത് ഇമോഷണൽ സപ്പോർട്ട് എത്രത്തോളം വേണം, ഇതൊക്കെ എനിക്ക് തന്നെ അറിയത്തുള്ളൂ. അപ്പം എന്നെ പോലുള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമല്ലേ അത് തരാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്ക് ചിലപ്പം ഇപ്പം എന്താ പറയുക, എനിക്ക് ഇത്ര ഇമോഷണൽ സപ്പോർട്ട് വേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ ഇത്രേ തരണ്ടാവുള്ളൂ, നമ്മൾ പിടിച്ച് വലിക്ക് തറത്താന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ചിലപ്പം ഇത്ര തരുമായിരിക്കും, എനിക്ക് ഇത്ര മതിയാവും. അപ്പം ഈ ഒരു വേരിയേഷൻ ഒരിക്കലും നമുക്ക് കിട്ടൂല. എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അതിന് കുറേ കാലം, കുറേ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും കുറേ നാളത്തെ ഡേറ്റിങ്ങിന്റെ ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, ഇത് ഇറ്റ്സ് നോട്ട് ഈസി എന്ന് ചില സമയത്തേ കല്യാണം വലിയ പ്രതീക്ഷ വെക്കാതിരിക്കുന്ന നല്ലത്. സ്വന്തമായിട്ട് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. റിയാലിറ്റി ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാനും പറ്റില്ല. അത് ഒരു ഫ്രാങ്ക് ആയിട്ടുള്ള ഒരു മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഐ നീഡ് എ പേഴ്സൺ. ബട്ട് ഈ പറഞ്ഞ പോലെ ഇമോഷണൽ കാര്യങ്ങളും എല്ലാം ഒരാളുടെ നിന്ന് കിട്ടത്തുമില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഐ ക്യാൻ ഷെയർ ചെയ്യാം. അറ്റ്ലീസ്റ്റ് സമ്മൺ ഇസ് ദെയർ എന്ന് വെച്ചാൽ ഒരു മെയിൽ പേഴ്സൺ തന്നെ ഞാനത് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഐ നീഡ് എ മെയിൽ പേഴ്സൺ ടു ഷെയർ എവറിത്തിങ്. ബട്ട് നോട്ട് ഫുള്ളി ഡിപ്പെൻഡന്റ് ആവുക നടക്കില്ല. മനസ്സിലാക്കി, വളരെ ക്ലാരിറ്റി ഉണ്ട്. അതായത് റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നു.